ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു തുടർച്ചയാണ്, കണ്ടിന്യൂവേഷനാണ്. ട്രിഗണോമെട്രി, ത്രികോണമിതി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മെത്തേഡ് ട്രിഗണോമെട്രിയിൽ ഒരു രീതി, ഒരു ടൈപ്പ് ഓഫ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇന്ന് അത് തന്നെ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇഫ് ദ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആർ 45 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, ആ ഒരു റേഷ്യോയിലാണ് 45 45 90 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് അത് ഒരു മട്ടത്രികോണത്തിന്റെ കോണുകൾ എങ്കിൽ അവയുടെ വശങ്ങൾ, അവയുടെ സൈഡ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് 1:1:√2, 1:1:√2 എന്ന അംശബന്ധത്തിലായിരിക്കും. ആ ആംഗിൾസ് അതുപോലെയാണെങ്കിൽ 45 45 90 ആണെങ്കിൽ 1:1:√2 എന്ന അംശബന്ധത്തിലായിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലേ? ട്രിഗണോമെട്രിക് ഒരു മെഷർമെന്റ് ആണ്. നമ്മൾ ഇത് ട്രയാങ്കിൾസിന്റെ സൈഡ്സും ആംഗിൾസും മെഷർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാഞ്ചാണ് മാത്തമാറ്റിക്സിൽ ട്രിഗണോമെട്രി, ത്രികോണമിതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള കുറച്ച് വേരിയസ് ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു മെത്തേഡാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇഫ് ദ ആംഗിൾസ് ആർ, അത് ആംഗിൾ നോക്കിയിട്ട് തന്നെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1-2 അങ്ങനത്തെ ആംഗിൾസ് തന്നിട്ടുള്ളതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ബാക്കിയുള്ള ആംഗിൾസ് നമുക്കറിയാം. 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിന്റെ മെഷേഴ്സ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിൽ മട്ടത്രികോണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. അത് ഈ മട്ടത്രികോണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ വൺ ആംഗിൾ വിൽ ബി ഓൾവേസ് 90 ഡിഗ്രി അല്ലേ? ഒരു കോൺ എന്തായാലും 90 ഡിഗ്രിയാണ്. ബാക്കി 2 കോണുകളുടെ തുക സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. അത് എങ്ങനെയാകാം? 45 ഈക്വൽ ആംഗിൾസ് ആകാം അല്ലേ? 45 ഡിഗ്രി ആകാം. ഇനി വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് 90 കിട്ടാം? 80 10 കൂട്ടിയാൽ 90 കിട്ടാം, 20 70 കൂട്ടിയാൽ 90 കിട്ടാം, 30 60 കൂട്ടിയാൽ 90. അത് ഓരോരോ രീതിയിലും മാറിക്കൊണ്ടിരിക്കും. 90 ഡിഗ്രി ക്യാൻ ബി ദ സം അല്ലേ? എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷേ അത് ഏത് രീതിയിലാണ്? 45 90 ഡിഗ്രി ആണെങ്കിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ സൈഡ്സ് 1:1:√2 എന്ന് പറയുന്ന റേഷ്യോയിൽ ചെയ്തതെങ്കിൽ, ഇന്ന് നമ്മൾ അടുത്ത ഒരു ആംഗിൾസ് ആണെങ്കിൽ, വേറെ ഒരു ആംഗിൾസിന്റെ മെഷേഴ്സ് വേറെ രീതിയിലാണെങ്കിൽ, ഹൗ ക്യാൻ വി ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ? ഒരു ത്രികോണത്തിന്റെ അളവുകളൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള സെക്കൻഡ് ടൈപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഇഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി, 30 60 90 ഡിഗ്രി എന്നീ അംശബന്ധത്തിലാണെങ്കിൽ, ദ സൈഡ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് 1:3:2, 1:3:2 എന്ന അംശബന്ധത്തിലായിരിക്കും. ലെറ്റ്സ് കൺസിഡർ എ ട്രയാങ്കിൾ എ ബി സി. നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എ ബി സി ആണെന്ന് നോക്കുക. ട്രയാങ്കിൾ എ ബി സി വിച്ച് ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് ആംഗിൾ ബി. ബി എന്ന് പറയുന്ന ആംഗിളിലാണ് റൈറ്റ് ആംഗിൾ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി. നമുക്ക് മറ്റൊരു ആംഗിൾ ഇവിടെ സി എന്ന് പറയുന്ന ആംഗിൾ, ഇറ്റ്സ് റെപ്രസെന്റഡ് ബൈ 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് സി എന്ന് പറയുന്ന ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ആംഗിൾ എ? കോൺ എ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കോൺ എ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാം. 90 - 30 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളും മെഷേഴ്സും, സൈഡുകളുടെ മെഷേഴ്സും അതുപോലെ ആംഗിൾസിന്റെ മെഷേഴ്സും ഒക്കെ കണ്ടുപിടിക്കലാണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആംഗിൾസ് കിട്ടി. ബി ആംഗിൾ 90 ഡിഗ്രി, സി ആംഗിൾ 30 ഡിഗ്രി, സോ ആംഗിൾ എ 60 ഡിഗ്രി, അത് കിട്ടി. അപ്പൊ ഇത് 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സൈഡ് തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് നമ്മൾ പഠിക്കുക. If the angles are in the ratio of 30 degree is to 60 degree is to 90 degree, then the sides will be in the ratio of 1:3:2. മറക്കണ്ട, ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? ഇന്നലത്തെ നമുക്കൊന്ന് ഇവിടെ എഴുതി വെക്കാം. 45 degree is to 45 degree is to 90 degree. If the angles are in the ratio of 45 45 90, then the sides will be in the ratio of 1:1:√2. അത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഇന്നലെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, എങ്ങനെയാണ് അതിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാന്ന്. ഇന്ന് നമ്മൾ രണ്ടാമത്തേതാണ് പഠിക്കാൻ പോകുന്നത്. ദിസ് വാസ് ദ ഫസ്റ്റ് വൺ. ഇത് ഒന്നാമത്തെ ത്രികോണമിതി അംശബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണക്കുകൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച്. ഇഫ് ദ ആംഗിൾസ് ആർ 30 60
90 കോണുകളുടെ അളവെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് സൈഡുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതാണ് ആദ്യം ഓർത്ത് പഠിച്ചു വെക്കേണ്ടത്. ഇഫ് ദ ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 30 degree, 60 degree and 90 degree, their sides will be in the ratio of 1:√3:2 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയണം വേർ ഈസ് ദ സൈഡ് 1 and √3 and 2, 1 √3 2, ഈ വശങ്ങൾ ഏതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിലേക്ക് ഒന്ന് നോക്കുക, ശ്രദ്ധിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ 30 degree, 60 degree, 90 degree ഈ ഓർഡറിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയപ്പോൾ ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് റിട്ടൺ ഫസ്റ്റ്. നമുക്കറിയാം ഏറ്റവും ചെറിയ ആംഗിൾ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഏറ്റവും ചെറിയ സൈഡ് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്ന സൈഡിലും, അല്ലെ? 1:√3:2, 1:√3:2 എന്ന് പറയുന്ന സൈഡ് ഏറ്റവും ചെറുതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിന്റെ റേഷ്യോ അനുസരിച്ച് തന്നെയാണ് സൈഡ് വന്നിരിക്കുന്നത്. പക്ഷെ അത് എവിടെ വരും, നമുക്കത് എങ്ങനെ ഈ ട്രയാങ്കിളിനകത്ത് അത് എവിടെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, 30 ഡിഗ്രി കണ്ടല്ലോ ഈ ഫിഗറിൽ. ട്രയാങ്കിൾ ABC 90 ഡിഗ്രി അറ്റ് ആംഗിൾ ബി, 90 ഡിഗ്രി വന്നിരിക്കുന്നത് കോൺ ബിയിലാണ്. ഈ 90 ഡിഗ്രി കോൺ വന്നിരിക്കുന്നതിന്റെ അവിടെ നമുക്ക് സി എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രിയും എ എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ സൈഡുകൾ എഴുതാൻ പോവാണ്. എവിടെയെന്ന് നോക്കാം. 30 ഡിഗ്രി എവിടെയാണോ, 30 ഡിഗ്രി ഇസ് ദ സ്മോളസ്റ്റ് ആംഗിൾ, അതിന്റെ ഒപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് 1 എന്ന് പറയുന്ന ആ ഒരു സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതല്ലേ √3 വരേണ്ടത്? അതെ, 60 ഡിഗ്രി ഇവിടെയാണ്, ആംഗിൾ എ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് √3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഒക്കെ ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ, ഒരു ബാക്കി ഒരു ആംഗിൾ ആണ്, ആംഗിൾ ബി ആണ്. അത് 90 ഡിഗ്രി. ഇറ്റ് വിൽ ബി √2 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ സൈഡ്സ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓർക്കുക, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 ആണ്. ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ആംഗിൾസ് എങ്കിൽ ഇതായിരിക്കും അതിന്റെ സൈഡുകൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഈ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1:√3:2 എന്ന് പറയുന്ന റേഷ്യോ ഉപയോഗിച്ച് ഇഫ് വൺ സൈഡ് ഈസ് ഗിവൺ വി ക്യാൻ കാൽക്കുലേറ്റ് ദ അതർ 2 സൈഡ്സ്. ഒരു വശം തന്നാൽ മറ്റു വശങ്ങൾ കണ്ടുപിടിക്കാം. 2 വശം ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ യൂസ് ദ പൈത്തഗോറസ് തിയറം. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, 2 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു സൈഡാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തഗോറസ് ട്രിപ്ലെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് 3 ഇക്വേഷൻസ് നമുക്കറിയാം. ഹൈപ്പോട്ടന്യൂസ്, ബേസ്, ആൾട്ടിറ്റ്യൂഡ്, കർണം, ലംബം, പാദം, ഇവ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കൊടുത്ത് ചെയ്താൽ മതി. അഥവാ തന്നിരിക്കുന്ന സൈഡുകൾ ഒരെണ്ണം മാത്രമാണ് തരുന്നതെങ്കിൽ മറ്റു 2 സൈഡ് കണ്ടുപിടിക്കാൻ, ഏതെങ്കിലും ഒരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് ചെയ്യുക. ഇതിപ്പോൾ രണ്ടാമത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഉണ്ട് ട്രിഗണോമെട്രിയിൽ ഈ സം ഓഫ് ആംഗിൾസ് 90 ഡിഗ്രി വരുന്ന വേറെയും ആംഗിൾസ് ഉണ്ടല്ലോ. അതായത് 30-യും 60-യും അതുപോലെ 45-45 മാത്രം വരുന്നതല്ല 90 ഡിഗ്രി. 20 + 70 90 ഡിഗ്രിയാണ്. അങ്ങനെ ദർ ആർ ഡിഫറെന്റ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ സം 90 ഡിഗ്രി. 90 ഡിഗ്രി തുക ആയിട്ട് വരുന്ന ഒരുപാട് സംഖ്യകൾ, 2 സംഖ്യകളുടെ തുക വരുന്നതുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ നമ്മൾ ആംഗിൾസ് കണ്ടുപിടിച്ചു. ആംഗിൾസ് എഴുതിയതിനു ശേഷം നമ്മൾ ഈ ഒരു റേഷ്യോയിൽ നമുക്ക് ഇതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കാം. ഇവിടെ 1 എവിടെയാണെന്ന് പറഞ്ഞല്ലോ, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 1, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് √3 ആൻഡ് 2 എന്ന് പറയുന്നത് AC, അതായത് ഹൈപ്പോട്ടന്യൂസ്. അതാണ് ലോങ്സ്റ്റ് സൈഡ്, അതാണ് ഏറ്റവും നീളം കൂടിയത്, അത് 2 സെന്റിമീറ്റർ ആണ്. ഈ √3 ആണ് അതിനകത്ത് ഏറ്റവും എന്താ പറയാ രണ്ടാമത് നടുക്ക് കിടക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ലൈ ബിറ്റ്വീൻ 1 and 2. 1-നും 2-നും, 1 എന്ന് പറയുന്ന സംഖ്യക്കും 2 എന്ന് പറയുന്ന സംഖ്യക്കും മിഡിലാണ്, ഒരു ഇടയിലാണ് നമുക്ക് √3ന്റെ വാല്യൂ വരാം. √3ന്റെ വാല്യൂ ഒക്കെ ഏകദേശ വിലയൊക്കെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഒക്കെ അറിയാമോ? എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് കണ്ടുപിടിച്ചിട്ടാണ് √3ന്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ ഈസ് √3ന്റെ വില എന്ന് പറയുന്നത് 1.73. കണ്ടിന്യൂ ചെയ്യും അങ്ങോട്ട്. ഇനിയുണ്ട് 1.732 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സംഖ്യയാണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഏകദേശ വിലയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ എക്സാക്ട് നമ്പർ. √3യുടെ കൃത്യമായ ഒരു വിലയല്ല, കാരണം √3 ഹാവ് നോ എക്സാക്ട് വാല്യൂ. അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് √3. അപ്പൊ നമുക്കറിയാം 1 എന്ന് പറയുന്നത് 30ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും ഏത് ഹൈപ്പോട്ടന്യൂസ്. അതാണ് ബന്ധം. നോക്കുക, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന 1 എന്ന് പറയുന്ന സൈഡ്, അതും നമ്മുടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 2 എന്ന് പറയുന്നത്, അത് തമ്മിലുള്ള ബന്ധം. ആ 30ന്റെ ഓപ്പോസിറ്റ് വരുന്ന വശവും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശവും തമ്മിലുള്ള ബന്ധം എന്താണ്? 1 ഈസ് ഡബിൾ ദ അതർ. ഒന്നിന്റെ ഇരട്ടിയായിരിക്കും മറ്റേത്. ഏത്? ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വശവും തമ്മിലുള്ള ബന്ധം അതിന്റെ ഡബിൾ,
ഇരട്ടിയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് മാറ്റി ഞാനിവിടെ ഇത് മാറ്റിയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ് എ ബി എന്ന് പറയുന്ന ഒരു സൈഡ് ഞാനിവിടെ 4 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ അതർ 2 സൈഡ്സ്. എ ബി ഞാൻ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ, ബി സിയും എ സിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. എ ബി തന്നിരിക്കുന്നു, ബി സിയും എ സിയും കണ്ടുപിടിക്കണം. നമുക്ക് ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്ന് പഠിച്ച 30 ഡിഗ്രി തന്നിരിക്കുന്ന ആംഗിൾസിന്റെ മെഷർ ഉപയോഗിച്ച് ആ ആംഗിൾസ് ആ റേഷ്യോയിലാണെങ്കിൽ ആ ഒരു രീതിയിലാണ് അതിന്റെ സൈഡ് വരേണ്ടത്. 1:√3:2 ആണ്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എ സിന്റെ അളവ് കണ്ടുപിടിക്കാം അല്ലെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എ ബി എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്ന വശമാണ്. അപ്പോൾ എ സി 90 ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന വശം അതിന്റെ ഡബിൾ ആണെന്ന് പറഞ്ഞല്ലോ. നോക്കുക ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ എങ്ങനെ എഴുതിയിരിക്കുന്നത് 1:√3:2. ആ √3 നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ 1:2 അതാണ് 30യും 90യും ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻ അതാണ്. അപ്പൊ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. സോ ഇഫ് എ ബി ഈസ് 4 സെന്റിമീറ്റർ, വാട്ട് ഈസ് എ സി? എ ബി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എ ബി ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ദെർഫോർ എ സി വിൽ ബി 4 × 2, അതിന്റെ ഇരട്ടിയായിരിക്കും 8 സെന്റിമീറ്റർ. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി സി കണ്ടുപിടിച്ചാൽ മതി. ബി സി എന്ന് പറയുന്ന അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് വരുമ്പോൾ 1:√3:2 ആണ്. അപ്പൊ നമുക്കത് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 degree. So the angles will be in the ratio of 30 degree, 60 degree, 90 degree ആണെങ്കിൽ sides will be 1:√3:2. കണ്ടല്ലോ, ഓരോന്നിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. 30ന്റെ ഓപ്പോസിറ്റ് 1, 60ന്റെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2 ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സൈഡുകളൊന്നും അവിടെ എഴുതി വെക്കാം. അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 വരുന്ന സൈഡ് ഏതാണ്? വിച്ച് ഇസ് ദാറ്റ് സൈഡ്? എ ബി. എ ബി ഞാൻ ഇവിടെ എഴുതുന്നു. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? ബി സി. അത് ഞാൻ √3ന്റെ താഴെ എഴുതുന്നു, ബി സി എഴുതി. ആൻഡ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? ദാറ്റ് ഈസ് എ സി. എ സി ഞാൻ ഇവിടെ എഴുതുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി എ ബിയും എ സിയും നമുക്കറിയാം. എ ബി ഇസ് ഗിവൺ 4 സെന്റിമീറ്റർ, എ സി നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ ഇരട്ടി അല്ലെ, ഡബിൾ കണ്ടുപിടിച്ചു 8 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അത് രണ്ടും കിട്ടി. ആൻഡ് നമുക്ക് ഇനി ബി സി മാത്രമേ കിട്ടാനുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബി സി മാത്രമേ കിട്ടാനുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം എടുക്കാം. ഈ ഭാഗമോ അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗമോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് എഴുതാണ് എ ബി ഈസ് ടു ബി സി ഈക്വൽ ടു 1:√3. കണ്ടല്ലോ, ആ ഭാഗം മാത്രം എടുക്കുന്നു. അതോടൊപ്പം ആ സൈഡും അതിന്റെ ആ റേഷ്യോ മാത്രം എടുക്കുന്നു. എ ബി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും മാത്രം ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്തു. അതോടൊപ്പം തന്നെ അതിന്റെ റേഷ്യോ എടുത്തു 1:√3 എന്നുള്ളത് എടുത്തെഴുതി. ഇനി എ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 4 ആണ്. അപ്പൊ ഞാനത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇഫ് സം നമ്പേഴ്സ് ഏതെങ്കിലും സംഖ്യകളോ അല്ലെങ്കിൽ വേരിയബിൾസോ റേഷ്യോയിൽ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടും എഴുതാം. എ ബി ഈസ് ടു ബി സി മീൻസ് എ ബി ബൈ ബി സി എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3 എന്നാണ്. എ ബിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. 4/BC ഈക്വൽ ടു 1/√3. 4/BC. എ ബിയുടെ സ്ഥാനത്ത് ഞാൻ ആ 4 കൊടുത്തതേ ഉള്ളൂ. ബൈ ബി സി ഈക്വൽ ടു 1/√3. സോ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. 1 × BC ദാറ്റ് ഈസ് BC. 1 × BC ഏത് വാല്യൂവിനെയും 1 കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ അർത്ഥം അത് ആ വാല്യൂ തന്നെയാണ്. സോ BC ഈക്വൽ ടു 4 × √3 മീൻസ് 4√3. നമ്മൾക്ക് √3ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വന്നാൽ മാത്രം എന്ത് ചെയ്യാം? √3ന്റെ വാല്യൂ അവിടെ കൊടുക്കാം. 1.73 ദാറ്റ് ഈസ് 4 × 1.73 ഗുണിച്ച് ഉത്തരമായിട്ട് എഴുതാം. ഇപ്പൊ നോക്കിയേ, നമുക്ക് എല്ലാ സൈഡും കിട്ടി. ഇവിടെ 4 ആയിരുന്നു, ഇവിടെ 4 ആയിരുന്നെങ്കിൽ ഇവിടെ 8 സെന്റിമീറ്റർ, ഇവിടെ 4√3 എല്ലാ സൈഡും നമുക്ക് കിട്ടി. അപ്പോൾ 3 സൈഡ്സും 3 ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. ഇതും മറ്റൊരു ട്രിഗണോമെട്രിക് മെഷർമെന്റ് ആണ്. അപ്പൊ ട്രിഗോണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി ഉപയോഗിച്ച് നമുക്ക് സൈഡ്സും ആംഗിൾസും ഒക്കെ കണ്ടുപിടിക്കാം. അതിൽ 2 മെത്തേഡാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഒന്ന്, ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 45, 90 ഡിഗ്രി. സൈഡ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് 1:1:√2. മറ്റൊന്ന് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് ആണെങ്കിൽ സൈഡ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് 1:√3:2. ക്ലിയർ ആയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ആംഗിൾസ് നോക്കിയാണ് നമ്മൾ ഇതിന്റെ ആ 1:√3:2 എടുത്ത് എഴുതേണ്ടത്. അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറും സൊല്യൂഷനും കൃത്യമായിട്ട് ആയിരിക്കില്ല എന്ന് ഓർക്കുക. അപ്പൊ ആംഗിൾസ് നോക്കി ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആണ് ആ വരുന്ന സൈഡ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എഴുതേണ്ടത്. ഒരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇത് ക്ലിയർ അല്ലല്ലോ. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ലെറ്റ്സ് കൺസിഡർ അനദർ ട്രയാങ്കിൾ. നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാം.
ട്രയാങ്കിളിന്റെ ഷേപ്പ് ഒന്ന് കുറച്ച് മാറ്റി നമുക്ക് ഇങ്ങനെ താഴോട്ട് കയറി എങ്ങനെ വരച്ചതായാലും ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണമാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഏത് ആംഗിൾസോ അതിന്റെ മറ്റു കോണുകളോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇത് തന്നിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. XYZ ഈസ് ദ നെയിം ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ പേര് XYZ ആണ്, വിച്ച് ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് ആംഗിൾ Y. കോൺ മട്ടകോൺ വരുന്നത് കോൺ വൈയിലാണ്. മറ്റേ ഒരു ആംഗിൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ Y ഈക്വൽ ടു, ആംഗിൾ എപ്പോഴും ഇങ്ങനെ എഴുതണം കേട്ടോ. ആംഗിളിന്റെ ഒരു സിമ്പിൾ ആംഗിൾ എന്ന് ANGLE ആംഗിൾ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഒരു സിമ്പിൾ കാണിച്ചാൽ മതി. ആംഗിൾ Y ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ X ഈക്വൽ ടു 60 ഡിഗ്രി. therefore ആംഗിൾ Z ഈസ് ഈക്വൽ ടു 90 മൈനസ് 60 ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പൊ ആംഗിൾസ് എല്ലാം കിട്ടി അല്ലേ. നമുക്കിവിടെ ആംഗിൾ 30 ഡിഗ്രി എഴുതാം. കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇവിടെയാണ് 1 വരേണ്ടത്, ഇവിടെയാണ് √3. 60യുടെ ഓപ്പോസിറ്റ് ഇവിടെയാണ്, ഹൈപ്പോട്ടന്യൂസിലാണ് 2 വരേണ്ടത്. ഇനി ഞാൻ ഈ XY എന്ന് പറയുന്ന സ്ഥലത്ത് 1, ഇവിടെ √3, ഇവിടെ 2. ഞാനിവിടെ 8 സെന്റിമീറ്റർ √3ക്ക് പകരം ആ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 8 സെന്റിമീറ്റർ ആണെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് അതർ 2 സൈഡ്സ്. മറ്റേ 2 വശവും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ റേഷ്യോ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് എഴുതാം. 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി, ദാറ്റ് ഈസ് 1 ഈസ് ടു √3 ഈസ് ടു 2. എഴുതിയോ? തന്നിരിക്കുന്ന ആംഗിൾസ് ആദ്യം എഴുതാം, അതിന്റെ താഴെ അതിന്റെ സൈഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ റേഷ്യോ, വശങ്ങളുടെ റേഷ്യോ ഉണ്ടെന്ന് അതിന്റെ തൊട്ട് താഴെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓരോന്നും കൃത്യമായിട്ട് എഴുതാം, മാറിപ്പോകരുത്. 1:√3:2 ആണ്, 1:2:2:3 ഓർഡർ അനുസരിച്ച് ഇങ്ങനെ എഴുതാം എല്ലോ എന്ന് വിചാരിക്കരുത്, ഈ റേഷ്യോയിൽ തന്നെ എഴുതണം. ഇനി നമുക്ക് അതിന്റെ സൈഡ്സും കൂടി പേര് എഴുതി വെക്കാം. AB നോക്കാം, XY നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ XYZ ആണ്. 30ന്റെ ഓപ്പോസിറ്റ് ആണ്, 30ന്റെ ഓപ്പോസിറ്റ് XY എന്ന് പറയുന്ന സൈഡാണ്. കൃത്യമായിട്ട് ഇതിനെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് XY ആണ്, അത് എഴുതി. അടുത്ത 60 ഡിഗ്രി അതിന്റെ ഓപ്പോസിറ്റ് YZ ആണ്, YZ ഇവിടെ എടുത്ത് എഴുതുന്നു. ആൻഡ് ലാസ്റ്റ് സൈഡ് ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്, Yന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ XZ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സൈഡ്, XZ. അപ്പൊ റേഷ്യോ നമ്മൾ എടുത്ത് എഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വശം YZ ആണ്, YZ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, YZന്റെ നീളം തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. ബാക്കിയൊന്നും നമുക്ക് തന്നിട്ടില്ല. XY നമുക്ക് കാണണം, XZ നമുക്ക് കാണണം. നോക്കുക, XY കാണണം, XZ കാണണം. നോക്കുക, ഓരോന്നോരോന്ന് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ എടുക്കാം. XY അതുപോലെ തന്നെ 8 സെന്റിമീറ്റർ നമുക്ക് തന്നിരിക്കുന്ന YZ എടുത്തിട്ട് നമുക്ക് ആ റേഷ്യോ എടുത്ത് എഴുതി ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ എടുത്ത് എഴുതാണ്, ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാണ്. നമുക്ക് തന്നിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് എടുത്ത് എഴുതാം. XY ഈസ് ടു YZ ഈസ് ഈക്വൽ ടു 1:√3. അതല്ലേ നമ്മൾ എഴുതേണ്ടത്? അതായത് XY ഈസ് ടു YZ, അത് രണ്ടും ആദ്യം ആ റേഷ്യോ എടുത്തായിരുന്നു. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതിൽ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ടാവണം, എന്നിട്ടാണ് അതിൽ നിന്ന് ഒരു അൺനോൺ ഫിഗർ കണ്ടുപിടിക്കാൻ മറ്റൊരു നോൺ ഫിഗർ ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. രണ്ടും അൺനോൺ വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഒരു നോൺ ഫിഗർ ഇവിടെ ഉണ്ട്, YZ നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്, YZ തന്നിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്, അത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാച്ച് ചെയ്തെടുക്കേണ്ടത് XYയോ അല്ലെങ്കിൽ XZ ആണ്, ഏതെങ്കിലും ഒന്ന് തന്നതായിരിക്കണം. അപ്പൊ നമ്മൾ XY ഈസ് ടു YZ 1:√3 എഴുതി. ഇനി XY നമുക്ക് തന്നിട്ടില്ല, സോ നമ്മൾ XY തന്നെ എഴുതുന്നു. ഈക്വൽ ഈസ് ടു YZന്റെ അടുത്ത് നമ്മൾ 8 എഴുതുന്നു, ഈക്വൽ ടു 1:√3. ഇനി നമ്മളത് ബൈ ഇട്ട് എഴുതാം. XY/8 ഈക്വൽ ടു 1/√3 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. XY ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ XY ഇൻറ്റു √3 എന്നാകും, ഇല്ലേ? ഓക്കെ, XY ഇൻറ്റു √3 ആണ് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു 1 × 8 8 തന്നെ. therefore XY ഈക്വൽ ടു 8. ഇവിടെ ഇൻറ്റു ചെയ്യാനുള്ളതാണ്, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള √3 ആണ്. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള √3 നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. വേരിയബിൾസ് തമ്മിലുള്ള കണക്കുകൾ ഇഷ്ടംപോലെ ചെയ്തതാണ്. വേരിയബിൾസ് ആയാലും ഒരു സംഖ്യ ഈക്വൽ സൈൻ്റെ ഏതെങ്കിലും ഐദർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇറ്റ്സ് സൈൻ ബിക്കംസ് ഇൻവേഴ്സ്, അല്ല ഇൻവേഴ്സ് ആയി മാറും. ഇൻറ്റു ചെയ്യാനുള്ളതാണെങ്കിൽ ഡിവിഷൻ ആകും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും. ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് വരിക. അപ്പൊ √3 ഇവിടെ എന്ത് വരും? ഇൻറ്റു ചെയ്യാനുള്ളതാണ്, അവിടെ ബൈയിൽ വരും. അപ്പൊ XY എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8/√3 ആണ്. ഡിനോമിനേറ്ററിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന റൂട്ട് വാല്യൂസ് വന്നാൽ, അതായത് ഛേദത്തിൽ റൂട്ട് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ആ റൂട്ട് വാല്യൂ താഴെ ഡിനോമിനേറ്ററിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? അടിയിലും മുകളിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏത് വാല്യൂ ആണോ റൂട്ടായിട്ട് തന്നിരിക്കുന്നത്, ഇപ്പൊ √2 ആണെങ്കിൽ അടിയിലും മുകളിലും √2 കൊണ്ട് തന്നെ ഗുണിക്കാം.
√3 ആണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ √3 കൊണ്ട് തന്നെ അടിയിൽ മുകളിലും ഗുണിക്കാം. √5 ആണെങ്കിലോ അടിയിൽ മുകളിലും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 8 × √3 8 √3 √3 × √3 ദാറ്റ് ഈസ് ഒരു 3 എടുത്താൽ മതി. √3 × √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √9 ആണ്. 9ന്റെ റൂട്ട് എത്രയാണ്? 3 ആണ്. സോ ഈ 2 റൂട്ട് വരുമ്പോൾ ഒരേ സംഖ്യക്ക് 2 റൂട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ 8 √3/3. ഈ 3ഉം ഈ √3 തമ്മിൽ വെട്ടില്ല. കാരണം എന്താ? ഇത് ഒരെണ്ണം റൂട്ടിനകത്ത് കിടക്കുന്ന 3 ആണ്. ഇതൊരു ഹോൾ നമ്പർ ആയ ഒരു കൃത്യമായ എക്സാക്ട് വാല്യൂ ആയ 3 ആണ്. രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ 8 √3/3 എന്നാണ് നമുക്ക് XY എന്ന് പറയുന്ന സൈഡ് കിട്ടുക. അതായത് 8 √3/3. അപ്പൊ നമുക്ക് XY കിട്ടി. ഇനിയും ഉണ്ടല്ലോ കിട്ടാനായിട്ട് നമുക്ക് ഒരു XZ എന്ന് പറയുന്ന വശമുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ആ ഒരു സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ ഏത് വശത്തേക്ക് വരാം? ഇപ്പുറത്തെ സൈഡിലേക്ക്. ഈ ഒരു കഷ്ണം മാത്രം എടുക്കാം. ആദ്യം നമ്മൾ XYയും YZ ഉം എടുത്തു. XY അതിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കിട്ടേണ്ടത് XZ ആണ്. വീണ്ടും നമ്മൾ ആ ഒരു ഭാഗം എടുക്കാം. YZ ഉം XZ ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലോ? ശ്രദ്ധിക്കുക. അപ്പൊ നോക്കാം. YZ ഈസ് ടു XZ. YZ ഈസ് ടു XZ ഇസ് ഈക്വൽ ടു √3 ഈസ് ടു 2 ആണ്. അതിന്റെ അംശബന്ധം എടുക്കുമ്പോൾ ആ സംഖ്യയുടെ ഏത് സൈഡാണോ അതിന്റെ മുകളിൽ കിടക്കുന്ന സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലുള്ളത്. വേറെ എവിടേക്കും പോകണ്ട. അതിനാണ് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഒക്കെ വരച്ച് നിങ്ങളെ കാണിച്ചത്. YZ XZ ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ √3 ഈസ് ടു 2 ആണ് അതിന്റെ റേഷ്യോ. അപ്പൊ നമ്മൾ YZ ഈസ് ടു XZ എന്നുള്ളത് നമ്മൾ ബൈ ഇട്ട് എഴുതാം. YZ/XZ ഇസ് ഈക്വൽ ടു √3/2. ഇനി തന്നിരിക്കുന്ന വാല്യൂ ഏതാണ്? YZ ആണ്. 8 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ YZ-ന്റെ സ്ഥാനത്ത് 8 കൊടുക്കുന്നു. XZ നമുക്ക് അറിയില്ല, അത് നമ്മൾ അവിടെ കൊടുക്കുന്നു. XZ ഈക്വൽ ടു √3/2 ആണ്. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് ഇങ്ങനെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് XZ × √3 ഈക്വൽ ടു 8 × 2 ആണ്. Therefore XZ ഈക്വൽ ടു 8 × 2 നമുക്കറിയാലോ 16/√3. വീണ്ടും നമ്മൾ √3 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ല. ഇൻറ്റു ചെയ്യാനുള്ളത് ഇവിടെ വരുമ്പോൾ ബൈ ആകും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റൂട്ട് വാല്യൂ ഡിനോമിനേറ്ററിൽ നിന്ന് കളയണമെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അംശവും ഛേദവും അതേ റൂട്ട് വാല്യൂ കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 16√3/3 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ 16√3/3. ഏതാണ് കിട്ടിയത്? XZ 16√3/3. അപ്പൊ എല്ലാ സൈഡും കിട്ടി. റൂട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 1.73 1.73 √3ന്റെ സ്ഥാനത്ത് കൊടുക്കണം. അപ്പൊ ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മൾ പഠിച്ചത് രണ്ടാമത് ഒരു ട്രിഗണോമെട്രിക് മെഷേഴ്സ് ആണ്. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി കോണുകളുടെ അളവുകൾ വന്നു കഴിഞ്ഞാൽ വശങ്ങൾ 1:√3:2 എന്ന അംശബന്ധത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആ വശങ്ങളെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ടാവും, ഒരു സൈഡ് തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിച്ചത്. അപ്പോൾ ഓർക്കേണ്ടത് ആ റേഷ്യോ എടുത്ത് ചെയ്താൽ ആംഗിൾസിൻ്റെ റേഷ്യോ ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ചെയ്താൽ കമ്പയർ ചെയ്യുക. തന്നിരിക്കുന്ന ഒരു വാല്യൂവും ഒരു തരാത്ത വാല്യൂവും നമ്മൾ എടുത്ത് ആ ഭാഗം മാത്രം എടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് പഠിച്ചത്. ഇനിയുമുണ്ട്. ട്രിഗണോമെട്രിക് മെഷേഴ്സ് തീർന്നിട്ടില്ല. ഈ 90 ഡിഗ്രി 30യും 60യും മാത്രം കൂട്ടിയാൽ അല്ലെങ്കിൽ 45 മാത്രം ആഡ് ചെയ്താലല്ല നമുക്ക് 90 ഡിഗ്രി കിട്ടുക. വേറെയും ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പഠിച്ചതും ഇന്നലെ പഠിച്ചതൊക്കെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.